നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ കള്ള സ്കാനിംഗ് റിപ്പോർട്ട് പിടിക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ആപത്താ. നമ്മളെ അവർ വെറുതെ വിടില്ല. നമ്മൾ എന്ത് ചെയ്യൂടാ? ഡോണ്ട് വറി മൈഥിലി, ഞാൻ തിരുത്തിച്ച സ്കാനിംഗ് റിപ്പോർട്ട് ഒരിക്കലും മീനാക്ഷിയുടെ കയ്യിൽ കിട്ടില്ല. നീ ആ കാര്യത്തിൽ പേടിക്കണ്ട, സമാധാനമായിട്ടിരിക്കും. എന്താ എനിക്കെതിരെയുള്ള വല്ല തെളിവും കിട്ടിയോ? എന്താ കാർത്തിയുടെ പോലീസ് ഉദ്യോഗം നിനക്ക് കൈമാറിയോ? മതിയടി കളിയാക്കിയത്. ഞങ്ങളുടെ മുന്നിൽ വെച്ച് ഞങ്ങളുടെ കുഞ്ഞിനെ കളിയാക്കിയാലുണ്ടല്ലോ നീ വിവരം അറിയും. കളിയാക്കാൻ ഇവള് കുറച്ച് കേമത്തിയാ. ഒരു തവണ കൂടി നീ രക്ഷപ്പെട്ടു. പക്ഷെ അധികം വൈകാതെ നിന്റെ കള്ളക്കളികളെല്ലാം ഞാൻ കണ്ടുപിടിക്കും. ഓർത്തു വെച്ചോ. നീ തൽക്കാലം വിജയിച്ചെന്ന കരുതി സന്തോഷിക്കണ്ട. ചതിയും വഞ്ചനയും ചെയ്യുന്നവർക്കെതിരെ ഒടുവിൽ ന്യായവിധി വരും. അതൊരു വെള്ളിടി പോലായിരിക്കും വരുന്നത്. നീ കരുതിയിരുന്നാ നിനക്കൊള്ളാം. മൈഥിലി, വൈശാഖേ, എല്ലാം തകർന്നടാ. നമ്മുടെ ചില പ്ലാനുകൾ പൊളിഞ്ഞു. എന്താ മൈഥിലി നീ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം സമാധാനമായിട്ട് എന്താന്ന് വെച്ചാ പറ. നമ്മൾ ആ നന്ദിനിയെ ക്യാൻസർ പേഷ്യന്റ് ആക്കി മാറ്റിയില്ലേ? ആ സംഗതിയാ പൊളിഞ്ഞത്. അതെങ്ങനെ? എടാ, ആ മീനാക്ഷി കൊണ്ട് ഒരു രക്ഷയുമില്ല. അവൾക്ക് എപ്പോഴും ഡൗട്ട് അടിച്ചു. അവളെ തിരക്കി പിടിച്ച് ആ ഡ്രാമ പൊളിച്ചു. മൈ ഗോഡ്. എന്നെ നിന്റെ ചേച്ചി മാലതിയൊക്കെ അവർക്ക് സംശയം. അവള് ഞങ്ങളുടെ ഫോൺ പിടിച്ചു വാങ്ങി കോൾ ലിസ്റ്റ് ഒക്കെ പരിശോധിച്ചു. ഞാൻ നിന്നെ ഇന്ദ്രേച്ചിയൊക്കെ വിളിക്കുന്ന ഫോണല്ലല്ലോ കയ്യിലിരിക്കുന്നത്. അത് ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കല്ലേ. അതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു. എന്റെ പൊന്നു മൈഥിലി, ഒരു കാരണവശാലും ആ മൊബൈല് അവര് കാണാൻ ഇടവരരുത്. കാർത്തിയുടെ കയ്യിൽ കോൾ ലിസ്റ്റ് എങ്ങനെ കിട്ടിയ പണി പാലും വെള്ളത്തിൽ വരുവേ. ഞാൻ അത്രയേറെ മണ്ടിയൊന്നും അല്ലടാ. ഫോൺ കടലിലെറിഞ്ഞാലും ഞാൻ അവർക്ക് കൊടുക്കില്ല. നീ ആ ഫോൺ കടലിലൊന്നും എറിയില്ലേ? കടലടിച്ച് കരയെ കയറ്റും. നീ കായലിൽ കളഞ്ഞോ എന്നാലും കുഴപ്പമില്ല. ഫോണിന്റെ കാര്യത്തിൽ നീ പേടിക്കണ്ടടാ. ആ കാര്യം ഞാൻ ഏറ്റു. പക്ഷെ മറ്റൊരു പണി നിനക്ക് വരുന്നുണ്ട്. അതെന്താ? നീ ഏതോ ലാബോറട്ടറി ടെക്നീഷ്യന് കൈക്കൂലി കൊടുത്ത് ആ സ്കാൻ റിപ്പോർട്ട് തിരുത്തിയില്ലേ? ആ റിപ്പോർട്ടിന്റെ പുറകെയാ മീനാക്ഷി ഇപ്പോ. അവളെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ഉണ്ട്. അവൾ അത് കണ്ടെത്തും. ആ കള്ള സ്കാനിംഗ് റിപ്പോർട്ട് പിടിക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ആപത്താ. നമ്മളെ അവർ വെറുതെ വിടില്ല. നമ്മൾ എന്ത് ചെയ്യൂടാ? ഡോണ്ട് വറി മൈഥിലി, ഞാൻ തിരുത്തിച്ച സ്കാനിംഗ് റിപ്പോർട്ട് ഒരിക്കലും മീനാക്ഷിയുടെ കയ്യിൽ കിട്ടില്ല. നീ ആ കാര്യത്തിൽ പേടിക്കണ്ട, സമാധാനമായിട്ടിരിക്കും. ഇത് അമ്മായി കട്ട് ചെയ്ത് വിട്ടതാണല്ലോ. ഈ വൃത്തിവിട്ട തുണികള് തറവാടിന്റെ മുന്നിൽ കൊടികൾ പോലെ തൂക്കിയിട്ടിരിക്കുന്നത് എന്തൊരു ഐശ്വര്യക്കേടാ.
ജേട്ടാ ഇതാ ചായ. ആ എങ്ങോട്ടാ ജേട്ടാ യാത്ര? ടെക്സ്റ്റൈൽസിലേക്കാണ്? അല്ല, പിന്നെ ആ സ്കാനിംഗ് റിപ്പോർട്ട് കളക്ട് ചെയ്യാൻ മീനാക്ഷിയുടെ കൂടെ ഞാനും പോകുന്നുണ്ട്. എല്ലാം വന്നിട്ട് പറയാം. ദൈവം എനിക്ക് തിരിച്ചു തന്നതാ എൻ്റെ ദേവിയെ. എൻ്റെ ദേവിക്കൊന്നും വരില്ല, വരാൻ ഞാൻ സമ്മതിക്കില്ല. ജേട്ടാ എന്താ ജേട്ടാ ഇങ്ങനെ? ഒത്തിരി അനുഭവിച്ചു എൻ്റെ ദേവി ഞാനും. ഇനി വേട്ടയാടുന്നവരെ ഞാൻ വെറുതെ വിടില്ല, പോരാടി തോൽപ്പിക്കും. എന്റെ നൈറ്റ് ഡ്രസ്സുകൾ കാണുന്നില്ലല്ലോ, അതാരെടുത്തു? അല്ല, ഈ ഡ്രസ്സുകൾ ഇത് ആരെടുത്തോണ്ട് പോവാനാ? കുഞ്ഞമ്മായി, കുഞ്ഞമ്മായി! ഈ സാമ്പാർ ഗോവയ്ക്ക തോന്നൊക്കെ കൂട്ടി കൂട്ടി മടുത്തു. ദിവസം വല്ല നാൽക്കാലികളെ ഇറച്ചി ഉണ്ടായിരുന്നെങ്കിലേ ഊണിനൊരു ഉഷാറൊക്കെ വരുമായിരുന്നു. കുഞ്ഞമ്മായി, ഹാ, നാൽക്കാലി മൃഗത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോ ദേ ഇരുകാലി മൃഗം വന്നല്ലോ. എന്നെ മൃഗമെന്ന് വിളിച്ചാലുണ്ടല്ലോ. ശരിയാണല്ലോ, മൃഗങ്ങളെല്ലാം കൂടിയേ ആത്മഹത്യ ചെയ്യും, നാണക്കേട് കൊണ്ടേ. കുഞ്ഞമ്മായി, ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ. എന്നാ ചോയ്ക്ക്, എന്താ വേറൊരു കാര്യം? അലക്കി ഉണക്കാനിട്ടിരുന്ന എന്റെ നൈറ്റ് ഡ്രസ്സുകൾ കണ്ടോ? നിന്റെ നൈറ്റ് ഡ്രസ്സോ? ആ, എന്റെ പൊന്നു മൈഥിലി, ഞാൻ ഈ ഔട്ട് ഹൗസിലേക്ക് താൽക്കാലികമായിട്ട് ട്രാൻസ്ഫർ ആയ പിന്നെ ചെമ്പകമംഗലത്തെ പല കാര്യങ്ങളും ശ്രദ്ധിക്കാറില്ല. പക്ഷേ കൊടിതോരണം പോലെ പാറി കളിച്ച നിന്റെ നൈറ്റ് ഡ്രസ് ഒരു ദയനീയ അവസ്ഥയിൽ ഞാൻ കണ്ടു. ദയനീയ അവസ്ഥയോ? ആ അതെ, ദയനീയ അവസ്ഥയില്. ദാ അതല്ലേ നിന്റെ നൈറ്റ് ഡ്രസ്? അതെന്താ? നിന്റെ നൈറ്റ് ഡ്രസ് ഒന്നില് ചാണകം ഉണക്കുന്നു. ഈ ചാണകപ്പൊടിയെ വെണ്ടയ്ക്കും വഴുതലങ്ങയ്ക്കും തക്കാളിക്കൊക്കെ നല്ല ഒന്നാം തരം വളവാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.